Hello, hello. Good evening. Voice clear ആണോ? ആണ് സർ. Okay, okay. ഹലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. അപ്പം സാധാരണ ഈ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്താ, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്നാ അങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഒരു ഇങ്ങനെ എന്താ പറയാ, W is equal to A set plus B divided by C set plus D, where AD minus BC not equal to 0. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ത് പറയും, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ പറയും. ഓക്കെ. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ അഥവാ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷന്റെ. അഥവാ ഈ ഒരു മാപ്പിംഗ് 1-1 മാപ്പിംഗ് ആണെങ്കിൽ, ഈ ഒരു മാപ്പിംഗ് അഥവാ 1-1 ആണെങ്കിൽ, 1-1 മാപ്പിംഗ് ആണെങ്കിൽ ഇതിന് നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-1 ആണെങ്കിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ 2 തിയറം പഠിക്കും. തിയറം പറഞ്ഞാൽ ഒരു തിയറം 2 റിസൾട്ട് ആയിട്ട് പഠിക്കും. അതിലൊരു റിസൾട്ട് നിങ്ങൾക്ക് 3 തവണ എന്താ പറയുക എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ റിസൾട്ടിലേക്ക് നോക്കാം. 2 റിസൾട്ട് ഉണ്ട്. അതിലൊരു റിസൾട്ട് നിങ്ങൾ പഠിച്ചേച്ചാൽ മതി. മറ്റേ റിസൾട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 3 തവണ. ഓക്കെ. അപ്പൊ നമുക്ക് ആ റിസൾട്ട് നോക്കാം. ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തെ റിസൾട്ട് ലീനിയർ ഷോർട്ടാക്കി ചെയ്ത് എന്നിട്ട് വലിയൊരു ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ maps circles and lines
ലൈൻസ് ടു സർക്കിൾസ് ആൻഡ് ലൈൻ വെച്ചാൽ ഒരു ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പം എന്താ പറയാ, ഞാൻ മനസ്സിലാക്കി തരാം. ഒരു ലൈന് ഇപ്പൊ സീറോയിലൂടെ പാസ് ചെയ്യാതെ പോകുന്ന ലൈൻ, ഇതിനെ നമ്മൾ മാപ്പ് ചെയ്യും അടുത്തേക്ക്. ചിലപ്പോൾ അത് സീറോയിലൂടെ പാസ് ചെയ്യാതെ പോകുന്ന ലൈൻ ആയിരിക്കും, ചിലപ്പോൾ അതൊരു സർക്കിൾ ആയിരിക്കും, അങ്ങനെ പലതുമായിട്ട്. എന്ന് വെച്ചാൽ ഈ സർക്കിളിനെ ലൈനിന് നമ്മൾ എവിടത്തേക്ക് മാപ്പ് ചെയ്യും, ഒന്നിക്ക് സർക്കിളിലേക്കായിരിക്കും അല്ലെങ്കിൽ ലൈനിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ റിസൾട്ട്. എ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് മാപ്സ് എ സർക്കിൾ ആൻഡ് ലൈൻ ടു എ സർക്കിൾ ആൻഡ് ലൈൻ. ഒന്നിക്ക് സർക്കിളിലേക്കോ അല്ലെങ്കിൽ ലൈനിലേക്കോ അതേ മാപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെയാണ് ഇമ്പോർട്ടന്റ് റിസൾട്ട്. അത് റിസൾട്ട് പറയുന്നതിനോട് അതിന്റെ പ്രൂഫ് ഞാൻ പറയാം. അതേതെല്ലാം കൊല്ലാ ചോദിച്ചതെന്നും പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ റിസൾട്ട്. റിസൾട്ടായിട്ട് പഠിച്ചാൽ മതി. ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചത്, ഇത് ട്രൂ ഓർ ഫോൾസ് ആയിട്ടാണ് മിക്ക കൊല്ലങ്ങളും ചോദിച്ചത്. ട്രൂ ഓർ ഫോൾസ്, ഇതാണ് റിസൾട്ട്. A linear fraction transformation which is not identity has at most 2 fixed points in C. Has at most 2 എന്നുവെച്ചാൽ കൂടിയ 2 ഫിക്സഡ് പോയിന്റ് എങ്കിലും ഉണ്ടാവും. എന്തിന് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ. ഈ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഒരു ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എടുക്കും നമ്മൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ ഐഡന്റിറ്റി അല്ലാതെ, നോട്ട് ഐഡന്റിറ്റി അല്ലാതെ ഒരു ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ടാവും. അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ്സ്. ഇതാണ് ട്രൂ ഓർ ഫോൾസിന്റെ ക്വസ്റ്റ്യൻ. ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ചിലപ്പോൾ ഫോൾസ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ ഈ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ റിസൾട്ട് ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അത് ചോദിച്ച് എങ്ങനെ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് റിസൾട്ട്. അപ്പം ഇതേതെങ്കിലും കൊല്ലം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം ചോദിച്ചു. 2019 ജൂൺ, 2020 ഡിസംബർ, 2014. ഈ 3 കൊല്ലം ചോദിച്ചത് കൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. A linear fractional transformation which is not identity has at most 2 fixed points in C. ഇത് 2 തരത്തിൽ ചോദിക്കാം. ഒന്നിക്കൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കാം. ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിച്ചാൽ ട്രൂ ഓർ ഐഡന്റിറ്റികൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എഴുതണം. അതല്ലാണ്ട് ഇത് നമുക്ക് ഒരിക്കൽ എസ്സേ ആയിട്ട് ചോദിക്കാം. ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫ് നിങ്ങൾ എഴുതേണ്ടി വരും. പ്രൂഫ് സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ എന്താണ് ഫിക്സഡ് പോയിന്റ് എന്ന് അറിഞ്ഞിരിക്കും. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ ഫിക്സഡ് പോയിന്റ് ഡെഫിനിഷൻ അറിയിക്കാം. സെറ്റ് നോട്ട്. ഈ റിസൾട്ട് ക്ലിയർ ആണോ? റിസൾട്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചേക്കാം. മൈൻഡിൽ നിങ്ങൾ ഇങ്ങനെ 2-3 തവണ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മയിലേക്കും. A linear fractional transformation which is not identity has at most 2 fixed points in C. ഓക്കെ, കൂടിയത് 2 ഫിക്സഡ് പോയിന്റ്, കൂടിയത് 2 അറ്റ്മോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫ് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? റിസൾട്ട് ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെ വരുന്നത്? പ്രൂഫ് നിങ്ങൾ എത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ പ്രൂഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഒന്നാമത് നമ്മൾ എന്താണ് ഫിക്സഡ് പോയിന്റ് ആദ്യം എഴുതിക്കുക. സെറ്റ് നോട്ട് ബിലോങ്സ് ടു സി. സെറ്റ് നോട്ട് ബിലോങ്സ് ടു സി ഈസ് കോൾഡ് എ ഫിക്സഡ് പോയിന്റ്. അതൊരു ഫിക്സഡ് പോയിന്റ് എന്ന് പറയണ്ടെങ്കിൽ ഫിക്സഡ് പോയിന്റ് ഓഫ് W is equal to f of z എന്ന് പറയണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? If f of z naught is equal to z naught ആയിരിക്കും. എന്ന് വെച്ചാൽ എവിടത്തേക്ക് മാപ്പ് ചെയ്യണം? സെറ്റ് നോട്ടിലേക്ക് തന്നെ മാപ്പ് ചെയ്യണം. സെറ്റ് നോട്ടിന്റെ ഇമേജ് സെറ്റ് നോട്ട് തന്നെ ആയിരിക്കണം. അതെന്താന്ന് പറഞ്ഞെങ്കിൽ ഫിക്സഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ സെറ്റ് നോട്ട് ഈസ് കോൾഡ് ഫിക്സഡ് പോയിന്റ് ഓഫ് W is equal to, ഇത് ട്രാൻസ്ഫോർമേഷൻ ആണ്. W is equal to f of z എന്ന ട്രാൻസ്ഫോർമേഷന്റെ ഫിക്സഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ ഈ f of z naught is equal to z naught ആയിരിക്കണം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. കാരണം ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ കുറെ പ്രൂഫും ഡെഫിനിഷൻസും അങ്ങോട്ട് പറയുന്നുണ്ട്.
ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? എന്തിന്റെ ഡെഫിനിഷൻ? ഫിക്സഡ് പോയിന്റിന്റെ ഡെഫിനിഷൻ. എന്താണ് ഫിക്സഡ് പോയിന്റ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഇത് പ്രൂഫിന്റെ സ്റ്റാർട്ടിങ് ചെയ്തോ. സെറ്റ് നോട്ട് ബിലോങ്സ് ടു ഈസ് കോൾഡ് ഫിക്സഡ് പോയിന്റ് ഓഫ് W is equal to F of Z is for set not is equal to set not. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പില് നിങ്ങൾ ഐഡന്റിറ്റി ഈസ് എ മാപ്പിംഗ്. നമുക്കിവിടെ എല്ലാത്തിലുള്ളത് ലീനിയർ ഫാക്ഷൻ കണ്ടുവരുന്നത്. ഈസ് എ മാപ്പിംഗ്, ആ ഒരു മാപ്പിംഗ് ഇങ്ങനെ എടുക്കുക. W is equal to നമ്മൾ നേരത്തെ ലീനിയർ ഫാക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? AZ പ്ലസ് B ഡിവൈഡ് ബൈ CZ പ്ലസ് D. ഈ ഒരു മാപ്പിംഗ് ഈസ് ആൻ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഈസ് ആൻ ഐഡന്റിറ്റി. നമ്മൾ പറഞ്ഞില്ലേ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന് ഒഴികെ ബാക്കി എല്ലാ ലീനിയർ ഫാക്ഷൻ ട്രാൻസ്ഫോർമേഷനും എന്തുണ്ടാവും? അറ്റ്മോസ്റ്റ് ടു ഫിക്സഡ് പോയിന്റ്. അപ്പൊ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന് എത്ര ഫിക്സഡ് പോയിന്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പം ഈസ് ആൻ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. AZ പ്ലസ് B ഡിവൈഡ് ബൈ CZ പ്ലസ് D. അത് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാണ്ടിരിക്കല്. ഈസ് എ മാപ്പിംഗ് ഇതൊരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാണ്ടിരിക്കല് എന്തായിരിക്കണം? W is equal to Z ആയിരിക്കണം. W is equal to Z ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഒന്നുമില്ല, വെറും സെറ്റ് മാത്രം. അതാണ് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. W is equal to Z എന്ന് മാത്രം. സെറ്റ് എന്ന് മാത്രം എനിക്ക് എന്തൊക്കെയായിരിക്കണം? A എന്തായിരിക്കണം? A is equal to 1 ആയിരിക്കണം. B is equal to 0 ആയിരിക്കണം. C is equal to 0 ആയിരിക്കണം. D is equal to 1 ആയിരിക്കണം. ഓക്കെ, A is equal to 1 അല്ലെങ്കിൽ A is equal to D ക്ക് 1 ആണെന്ന് എഴുതണമെന്നില്ല. ബിയും സിയും എന്തായിരിക്കണം? B is equal to 0, A is equal to 0, സോറി B is equal to 0, C is equal to 0, A is equal to D ആയാൽ മതി. A is equal to D ആയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എയും ഡി ഈക്വൽ ആണ്. അപ്പം AZ B 0 ആണ്, C 0 ആണ്. AZ ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് A ആണ്. അപ്പൊ AZ ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ സെറ്റ് തന്നെ കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് A ഈക്വൽ ടു D ആയിരിക്കണം, ബിയും സിയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എഴുതി. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ W is equal to Z എന്ന് വെച്ചാൽ ഇപ്പൊ W of Z is equal to Z തന്നെയാണ് എന്ത് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. W of Z is equal to Z എന്ന് വെച്ചാൽ എല്ലാ സെറ്റിനെ സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് എല്ലാ പോയിന്റും എവരി അവിടെ എടുക്കുന്ന എല്ലാ പോയിന്റും എവരി പോയിന്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ്. അപ്പൊ നമ്മളൊരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എടുത്തു. ആ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എടുത്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സഡ് പോയിന്റ് ആണ്. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് ആണ്. അപ്പം നമ്മളെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. എന്ന് വെച്ചാൽ നമ്മളെ റിസൾട്ട് ഇതാണ്: എ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ. A linear fractional transformation, not identity. Identity other than identity. Other than identity has at most 2 fixed point. അതാണ് റിസൾട്ട്. At most 2 fixed point. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്ത് പ്രൂവ് ചെയ്തു? ആദ്യം നമ്മൾ എന്ത് ഫിക്സഡ് പോയിന്റ് ഡെഫിനിഷൻ എഴുതി, അതെനിക്ക് മനസ്സിലാക്കി ചെയ്താണ്. രണ്ടാമത് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന് എല്ലാ പോയിന്റും ഫിക്സഡ് പോയിന്റ് ആണ്. അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ് അല്ല, എല്ലാ പോയിന്റും ഫിക്സഡ് പോയിന്റ്. അതാണ് അതർ ദാൻ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എല്ലാ പോയിന്റും ഫിക്സഡ് പോയിന്റ് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ജനറൽ ആയിട്ട് ലാസ്റ്റ് പാർട്ടും കൂടി പ്രൂവ് ചെയ്താൽ ഈ ഒരു പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എടുക്കുന്നത് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഫിക്സഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇനി എടുക്കുന്നത് നമ്മൾ എന്തെടുക്കും? എന്തെടുക്കും? W is not an identity transformation. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലാതെ ഒരു W എടുക്കും. ആ W എന്ന് പറയുന്നത് നമ്മൾ സാധാരണ W is equal to Z, നേരെ W of Z is equal to Z തന്നെ. W എടുക്കുന്നത് AZ plus B ഡിവൈഡ് ബൈ CZ plus D is equal to Z എന്ന് എടുക്കും. AZ plus B divided by CZ plus D equal to Z എന്ന് എടുക്കും. ഒന്നുമില്ല, ഇതൊന്ന് അറേഞ്ച് ചെയ്തിരുന്നു. എങ്ങനെ? AZ plus B equal to
സെഡ് ഇൻറ്റു സി സെഡ് പ്ലസ് ഡി. ഇങ്ങനെ ഒന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എ സെഡ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി സെഡ് സ്ക്വയർ പ്ലസ് ഡി സെഡ് നൽകുന്നു. എന്നിട്ട് ഇതിനെ സെഡിനെ നമുക്ക് ഒരു സൈഡിലാക്കിയിട്ട് ഇങ്ങനെ സൈഡ് 0 ആക്കുന്നു. അപ്പം സി സെഡ് സ്ക്വയർ പ്ലസ് ബി മൈനസ് ഡി ഇൻറ്റു സെഡ് പ്ലസ് ബി മൈനസ് ഡി അല്ല, ഓക്കെ, എ മൈനസ് ഡി ഇൻറ്റു സെഡ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും നമുക്ക്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യൂസ് നോട്ട് ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യൂസ് നോട്ട് ട്രാൻസ്ലേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത്? സി സെഡ് സ്ക്വയർ പ്ലസ് എ മൈനസ് ഡി ഇൻറ്റു സെഡ് മൈനസ് ഇതിനെ ഇപ്പുറത്തേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം ചെറിയൊരു മാറ്റം വരും. ബി മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് ബി സിക്വൽ 0 കിട്ടും. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി നമ്മൾ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് രണ്ട് കേസായിട്ട്. ആദ്യത്തെ കേസ് ഇഫ് സി നോട്ട് ഈക്വൽ ടു 0. സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടാവും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടാവും? ആയിരിക്കും പറയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടാവും? 2 റൂട്ട്. അപ്പം സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം ഇതിന് ഇറ്റ് ഹാസ് 2 റൂട്ട് ഇൻ സി. 2 റൂട്ട് ഇൻ സി. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലാക്കാം? അറ്റ്മോസ്റ്റ് 2 ആണ്. അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ് ആണ്. അപ്പം നമുക്ക് 2 റൂട്ടേ കിട്ടിയുള്ളൂ. അപ്പം അതിന് വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പം അറ്റ്മോസ്റ്റ് 2 രണ്ടെണ്ണേ കിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2. അപ്പം ഇറ്റ് ഹാസ് 2 റൂട്ട് ഇൻ സി. 2 റൂട്ട് കിട്ടി. അപ്പം നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ കേസ് എഴുതാം. സി ഈക്വൽ ടു 0 എന്ന് എടുത്ത് ഫസ്റ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് എന്ത് കിട്ടും? ഇഫ് സി നോട്ട് ഈക്വൽ ടു 0. ഇഫ് സി ഈക്വൽ ടു 0 രണ്ടാമത്തെ കേസ്. ഇഫ് സി ഈക്വൽ ടു 0. സി 0 ആണെങ്കിൽ ഈ ഒരു ടേം പോകുമല്ലോ. ഈ ഒരു ടേം പോയി ഏത് മാത്രമാകും? ബി മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ടേം മാത്രം കിട്ടും. അഥവാ ഇഫ് എ ഈക്വൽ ടു ഡി, ഈ കേസിൽ അഥവാ എ ഈക്വൽ ടു ഡി ആണെങ്കിൽ, എയും ഡിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എയും ഡി ഈക്വൽ ആണെങ്കിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. ബി ഈക്വൽ ടു 0. ഇഫ് എ ഈക്വൽ ടു ഡി ആണെങ്കിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. എ ഈക്വൽ ടു ഡി ആണെങ്കിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ ഈക്വൽ ടു ഡി, ബി 0, സി 0. ഞാൻ മുന്നേ ഒരു കേസ് പറഞ്ഞു. ഏത് കേസ്? ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ഡി ആൻഡ് ബിയും സിയും എന്താ കിട്ടി? 0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം എടുത്തിട്ട് ഡബ്ല്യു ഇസ് നോട്ട് ആൻ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഈ കേസിൽ സി ഈക്വൽ ടു 0 എന്ന് എടുക്കുന്ന കേസിൽ എ ഈക്വൽ ടു ഡി ആൻഡ് ബി ഈക്വൽ ടു 0 എന്ന കേസ് എടുത്തു. സി ഈക്വൽ ടു 0 എന്ന കേസ് എടുത്തപ്പോൾ എ ഈക്വൽ ടു ഡി എന്ന് കിട്ടി, ബി ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ എന്ത് കിട്ടി? അതൊരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടി. സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ അതൊരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടി. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ല എന്നല്ല നമ്മൾ എടുത്തത്. അപ്പൊ ഇതൊരു എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, അതൊരു കോൺട്രഡിക്ഷൻ ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലാന്ന് എടുത്ത് നമ്മളൊരു കേസ് എടുത്തപ്പോ, ഒരു പർട്ടിക്കുലർ കേസ് ഇഫ് സി ഈക്വൽ ടു 0 ആൻഡ് ഇഫ് എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ കേസ് എടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? അതൊരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടുന്ന എങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനാ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കേസ് എടുക്കാൻ പറ്റില്ല? എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ കേസ് എടുക്കാൻ പറ്റില്ല. എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ കേസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു എന്ന് പറഞ്ഞ കേസും സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസ് എടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് കിട്ടി? ബി മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് ബി ഈക്വൽ ടു 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. സി ഈക്വൽ ടു 0 ഇതൊരു ലീനിയർ ഇക്വേഷൻ. ഈ ഒരു ലീനിയർ ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടാവും? ഒരു ലീനിയർ ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ടാവും? ഹലോ, 1 റൂട്ട്. ലീനിയർ ഇക്വേഷൻ 1 റൂട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് സി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസ് എടുത്തപ്പോ 2 റൂട്ട് ഇൻ സി കിട്ടി. ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് എടുത്തപ്പോ എന്ത് കിട്ടി? 1 റൂട്ട് ഇൻ സി കിട്ടി. അപ്പം ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് 2 ഫിക്സഡ് പോയിന്റ്. കൂടുതൽ 2 ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും.
അറ്റ്മോസ്റ്റ്. ഓക്കെ, അറ്റ്മോസ്റ്റ് ടു ഫിക്സഡ് എന്ന് വെച്ചാൽ രണ്ട് കേസസ് നമുക്ക് ഇതെടുത്തത് മനസ്സിലായല്ലോ. ഇതെടുത്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആകെ സിന്റെ ചേഞ്ചസിലെ അതിന് വ്യത്യാസം വരും. അപ്പൊ സി ആദ്യം നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. സി ആദ്യം നോട്ട് ഈക്വൽ ടു 0 എന്നത് ഇതെങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. സി 0 അല്ലെങ്കിൽ, അപ്പൊ സി 0 അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട് ഉണ്ടാവും. ഇപ്പൊ രണ്ട് ഫിക്സഡ് പോയിന്റ്, രണ്ട് റൂട്ട്. ഓക്കെ, അഥവാ ഈ സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന്റെ കേസിലേക്ക് പോകും. എ ഈക്വൽ ടു ഡി എന്നുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ, അഥവാ എ നോട്ട് ഈക്വൽ ടു ഡി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടും. ആ ലീനിയർ ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ട്? ഒരു റൂട്ടേ ഉള്ളൂ. അപ്പം അറ്റ്മോസ്റ്റ് ടു ഫിക്സഡ് പോയിന്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഏതൊക്കെ ഡൗട്ട് ഉണ്ടോ? ഇത് 3 കൊല്ലം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 പ്രാവശ്യം നിങ്ങൾക്ക്. ഹലോ, ഹലോ, ക്ലിയർ ആണോ? Sir, excuse me. പറഞ്ഞോളൂ. Sir, ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ W equal to Z എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ പിന്നെ എഴുതിയത് W is not an identity transformation. അപ്പൊ AZ plus B by CZ plus D equal to Z. അപ്പൊ W equal to Z അല്ലേ അത്? അത് അങ്ങനെ എടുക്കുന്നതാണ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് തെറ്റിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ്. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമല്ലോ. കോൺട്രഡിക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ്. ഓക്കെ, തന്നെ കോൺട്രഡിക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരു സാധനം രണ്ട് രീതിയിൽ തെളിയിക്കാം. ഒന്ന് ഡയറക്റ്റ് പ്രൂഫ് തെളിയിക്കാം, ഒന്ന് കോൺട്രഡിക്ഷൻ വെച്ചിട്ട് തെളിയിക്കാം. അപ്പൊ കോൺട്രഡിക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇഫ് കൺസിഡർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കി നോട്ട് എന്ന് വേണ്ട. നിങ്ങൾ വണ്ടിക്ക് ഇഫ് കൺസിഡർ എന്ന് മാത്രമായിരിക്കും. ഇഫ് കൺസിഡർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻ ദാറ്റ് കേസ് നൽകും. ഇൻ ദാറ്റ് കേസ് ഈ കൺസിഡർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദാറ്റ് കേസ് ആ ഒരു കേസിൽ നമ്മൾ അങ്ങനെ എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നു. അറ്റ്മോസ്റ്റ് ടു ഫിക്സഡ് പോയിന്റ് വരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെറ്റിലേക്ക് പോവാം. ഇൻവേഴ്സ് മാപ്പിംഗ് ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് മൊബിയസ്. അതൊരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ. മൊബിയസ് അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമുക്ക് തരിക ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ഒന്നാണ്, നമ്മൾ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് എന്താണ്? മൊബിയസ്. ഓക്കെ, ഇതാണ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇത് 2018 ഡിസംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2018 ഡിസംബറിൽ. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ എന്താ പറയാ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേഗം സ്കോർ ചെയ്യാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2018 ഡിസംബറിൽ. ഇത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റിഫൈ ആണല്ലോ. നമ്മളെപ്പോഴും ട്രൂ എഴുതി കഴിഞ്ഞാലും ഫോൾസ് എഴുതി കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് അത് ശരി, എന്തുകൊണ്ടാണ് അത് തെറ്റെന്ന് ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാ എന്താ പറയാ ട്രൂ ആണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് മൊബിയസ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് മൊബിയസ്. ഓക്കെ, നോക്കാം. നമ്മൾ ഈ ഒരു കേസിൽ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എടുക്കുന്നത്. എക്സ്റ്റെൻഡഡ് കൺസിഡർ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. ഒരു എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ ഒന്നുമില്ല, സി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്ലെയിൻ. അതിന്റെ കൂടെ എന്ത് ഇൻഫിനിറ്റിയും കൂടി വരും. എന്ത് ഇൻഫിനിറ്റിയും കൂടി വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ട ആൾക്കാർക്ക് എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞത് പുതിയത്
പുതിയ ജോയിൻസ് ഉള്ളതുകൊണ്ടാണ് സി യൂണിയൻ ഇൻഫിനിറ്റി ആണ് എന്ത് എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. അങ്ങനെ എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല നമ്മളൊരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യാം. മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സാധാരണ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ രണ്ട് രീതിയിലാണ് മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ബി. അതുപോലെ തന്നെ ടി ഓഫ് സെറ്റ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും ട്രാൻസ്ഫോർമേഷന്റെ രീതിയിൽ. ടി ഓഫ് സെറ്റ് ഓക്കെ, എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ബി എന്ത് നമ്മുടെ മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ. ഇത് മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ കൂടി ഇതാണ്. ഈ ഒരു കണ്ടീഷൻ ആണ് ഇമ്പോർട്ടന്റ്. എ ഡി മൈനസ് ബി സി ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഉണ്ടാവൂ അത് ഒരു മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ ആയി മാറും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് കൺസിഡർ ചെയ്യാം. നിങ്ങൾ മൊബിയസിൽ അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷൻ ട്രാൻസ്ഫോർമേഷനിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടേണ്ടതാണ്. എ ഡി മൈനസ് ബി സി നോട്ടിക്കൽ 0 എന്ന് എന്തായാലും കമ്പൽസറി ആയിട്ട് എഴുതണം. എ ഡി മൈനസ് ബി സി നോട്ടിക്കൽ 0. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എടുത്തത് എക്സ്റ്റർണൽ കോംപ്ലക്സ് പ്ലെയിൻ ആയതുകൊണ്ട് അത് ഇൻഫിനിറ്റി ഉണ്ടല്ലോ. ഇൻഫിനിറ്റി ടി ഓഫ് ഇൻഫിനിറ്റി സിക്വൽ എന്ത് കിട്ടും? ടി ഓഫ് ഇൻഫിനിറ്റി. ടി ഓഫ് ഇൻഫിനിറ്റി എന്ത് കിട്ടും? അഥവാ സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ രണ്ട് കേസ് ആൻസർ ചെയ്യാം. സി ഈക്വൽ ടു 0 എന്നും സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ രണ്ട് കേസസ്. അപ്പൊ ഇഫ് സി ഈസ് ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0 ആണെങ്കിൽ എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി അതെന്തായിട്ട് മാറും? സി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത്ര നേരം നിങ്ങൾ ഇത് ഈ ഒരു സാധനം എഴുതി വെച്ചാൽ മതി. സി ഈക്വൽ ടു 0 സി നോട്ട് ഈക്വൽ ടു 0 കേസിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. സി 0 ആണ്. സി 0 ആണെങ്കിൽ വെറും ഡി മാത്രമേ അടിയിൽ വരും. അപ്പൊ എന്ത് കിട്ടും? എ ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ബി ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ഡി എന്ന് കിട്ടും. എ ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ബി ഡിവൈഡ് ബൈ അത് ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പൊ സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ ഇൻഫിനിറ്റി കിട്ടും. അഥവാ സി 0 അല്ല, ഇഫ് സി നോട്ട് ഈക്വൽ ടു 0, സി 0 അല്ലാത്ത കേസിൽ, സി 0 അല്ലാത്ത കേസിൽ, സി ഈക്വൽ ടു 0 കേസാണ്. സി അല്ലാത്ത കേസിൽ എന്ത് വരും? എ ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ഡി. എന്നുവെച്ചാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിഫറൻഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു റൂള്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൽ ഹോസ്പിറ്റൽസ് റൂൾ. എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി അല്ലേ? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ മേലത്തെ ഡെറിവേറ്റീവ് ആണ്, താഴത്തെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് എന്ത് കിട്ടും? എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡിന്റെ ഡെറിവേറ്റീവ് ആണോ ഇത്? സെറ്റ് വെച്ചിട്ട് ഡെറിവേറ്റീവ്. അപ്പം കോൺസ്റ്റന്റ് ടേം 0 ആയിപ്പോ എന്ത് കിട്ടും? വെറും എ ബൈ സി എന്ന് മാത്രം കിട്ടും. എ സെറ്റ് പ്ലസ് സി സെറ്റ്, എ സെറ്റ് ബൈ സി സെറ്റിന് എന്ത് കിട്ടും? എന്നുവെച്ചാൽ കോൺസ്റ്റന്റ് ടേം 0 ആയിപ്പോ എ സെറ്റ് സി സെറ്റ് ആണ്. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ എടുക്കുമ്പോൾ സെറ്റ് ടേം പോവും, എ ബൈ സി എന്ന് മാത്രം കിട്ടും. അപ്പം സി നോട്ട് ഈക്വൽ ടു 0 എടുക്കുന്ന കേസിൽ നമ്മൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യും. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു എഫ് ഓഫ് സെറ്റ് എടുത്തോ, ഇതൊരു ജി ഓഫ് സെറ്റ് എടുത്തോ എന്ന് വെച്ചാൽ എഫ് ഓഫ് സെറ്റ് ബൈ ജി ഓഫ് സെറ്റ് ഇല്ല, എഫ് ഓഫ് സെറ്റ് ബൈ ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് സെറ്റ് വരും. എഫ് ഡാഷ് ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് സെറ്റ്. അപ്പം ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായാലും കിട്ടും? എന് കിട്ടും. അടിയിൽ തന്നെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ സി കിട്ടും. അപ്പൊ എ ബൈ സി. ഇപ്പൊ ടി ഓഫ് ഇൻഫിനിറ്റി ആണ്. ഇപ്പൊ ടി ഓഫ് ഇൻഫിനിറ്റി രണ്ട് കേസിൽ, ഒന്ന് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ, ഒന്ന് രണ്ടാമത്തത് സി നോട്ട് ഈക്വൽ ടു സി. സി നോട്ട് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ കേസിൽ വേറൊരു കേസും കൂടി ഉണ്ട്. നമ്മളിപ്പം ടി ഓഫ് മൈനസ് ഡി ബൈ സി, ടി ഓഫ് മൈനസ് ഡി ബൈ സി എന്താ കിട്ടുക? ടി ഓഫ് മൈനസ് ഡി ബൈ സി ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷനിൽ എന്താ പറയാ, സെറ്റിന് പകരം മൈനസ് ഡി ബൈ സി കൊടുക്കുക. എ ഇൻറ്റു മൈനസ് ഡി ബൈ സി പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു മൈനസ് ഡി ബൈ സി പ്ലസ് ഡി. ഒന്നുമില്ല, മേലെ മാറ്റമൊന്നും വരുന്നില്ല. താഴെ മൈനസ് ഡി പ്ലസ് ഡി കിട്ടും. അപ്പൊ താഴെ 0 വരും. താഴെ 0 എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഡിവൈഡ് ബൈ ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ
ഒരു നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റി ആവുക. ഒരു നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റി ആണ്. അപ്പം ടി ഓഫ് ഡി ബൈ സി എന്ത് കിട്ടും? നമുക്ക് ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യും. ടി ഓഫ് മൈനസ് ഡി ബൈ സി ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യും. ഇത് ക്ലിയർ ആണോ? ഹലോ ഹലോ ഇത്ര ഓക്കെ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ നമ്മൾ എടുത്തത് എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അപ്പം എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിനില് എന്തായിരിക്കും? ഈസ് 1 in the extended complex plane. ഈ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈസ് 1 in the extended set plane. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് പ്ലെയിൻ എഴുതിയാൽ മതി. എക്സ്റ്റൻഡഡ് സെറ്റ് പ്ലെയിനിൽ എന്തായിരിക്കും? അത് എന്തായിരിക്കും? ഈസ് 1 ആയിരിക്കും. ഈസ് 1 in the extended complex plane. ഞാൻ പറഞ്ഞു 1 ആണെങ്കിൽ അത് അതിന്റെ വേറൊരു പേര് പറഞ്ഞു. തുടക്കത്തിൽ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു 1 ആണെങ്കിൽ അതൊരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഈസ് 1 in the ഈസ് എ 1 മാപ്പിംഗ് ഇങ്ങനെ ആയിരിക്കും. ഈസ് എ 1 ഒരു എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിനിൽ ഈസ് എ 1 മാപ്പിംഗ് ഓഫ് ദി extended set plane to set plane onto W plane. ഈ ഒരു 1 മാപ്പിംഗ് ആണ്. എവിടുന്നും എവിടത്തേക്കുള്ള ഒരു സെറ്റ് പ്ലെയിൻ എടുക്കുക. ഇതൊരു സെറ്റ് പ്ലെയിൻ ആണ്. നമ്മുടെ ഒരു കോംപ്ലക്സ് പ്ലെയിൻ സെറ്റ് പ്ലെയിന്, ഒരു സെറ്റ് പ്ലെയിനിന് ഒരു W പ്ലെയിനിലേക്കുള്ള ഒരു എന്തായിരിക്കും? ഒരു 1 മാപ്പിംഗ് ആണ് ഇത് ടി എന്ന് പറയുന്നത്. ഈസ് എ 1 മാപ്പിംഗ് ഓഫ് ആൻ എക്സ്റ്റൻഡഡ് സെറ്റ് പ്ലെയിൻ ടു W plane. എക്സ്റ്റൻഡഡ് W plane. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻവേഴ്സ് എസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ എഴുതി വെച്ചിരാം നേരത്തെ ഇൻവേഴ്സ്. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം പി ഓഫ് സെറ്റ് സീക്വൽ എന്തെത്തി? എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. നിങ്ങൾ ലീനിയർ വേണ്ട, ലീനിയറിൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ലീനിയറിൽ നിങ്ങൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ്? ഹലോ, ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ പഠിച്ചില്ലേ? അതെങ്ങനെയായിരുന്നു? നമ്മളിപ്പോ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞൊരു മാട്രിക്സ് എടുത്തു. അതിന്റെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ സാധാരണ എ ഡി മൈനസ് ബി സി അത് ഡിറ്റർമിന്റ് എടുക്കുന്നു. ഈ ഒരു മാട്രിക്സിനെ എങ്ങനെ മാറ്റിയത്? നമ്മൾ ഇതാണ് ഈ ഒരു ഇത് വെച്ചിട്ട് മാട്രിക്സ് ചെയ്താ. ഈ ഒരു മാട്രിക്സിനെ എങ്ങനെ മാറ്റിയത്? എന്ത് ഡി മൈനസ് ബി മൈനസ് സി എ എന്ന് മാറ്റി. ഡി മൈനസ് ബി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഡി മൈനസ് ബി ഓക്കെ, അത് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. അപ്പൊ നമുക്ക് ഡബ്ല്യു സിക്വൽ ടു ഡബ്ല്യു അല്ലെങ്കിൽ പി ഓഫ് സെറ്റ് സിക്വൽ ടു അപ്പൊ നമുക്ക് സെറ്റ് കണ്ടുപിടിക്കണം. സെറ്റ് സിക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു ആണ്. ടി ഇൻവേഴ്സ് ഓഫ് എന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഡബ്ല്യു സിക്വൽ ടു ടി ഓഫ് സെറ്റ്. അപ്പം സെറ്റ് സിക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. അതിലായിരിക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സെറ്റ് സിക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു എഴുതി കൂടെ നമുക്ക്. ഹലോ, ഓക്കെ. സെറ്റ് സിക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. ആ ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു എന്ത് വരിക? ഈ ഡിയും എയും ഡി നമ്മൾ ഇനിയുള്ള ടേം എന്തിൽ എഴുതണം? ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കുന്നത്. ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. അപ്പൊ ഡബ്ല്യുവിന്റെ ടേമിൽ എഴുതണം. ഈ ടേം അപ്പൊ സെറ്റ് മാറ്റി ഡബ്ല്യുവിന്റെ ടേമിൽ എഴുതണം. അപ്പം ഡി മേലേക്ക് വരും. ഡിന്റെ കൂടെ ഒരു മൈനസ്, ഡി മേലേക്ക് വരും. ഡിന്റെ കൂടെ ഒരു മൈനസ് ഡി ഡബ്ല്യു പ്ലസ് ബി. അതിനൊരു മാറ്റമില്ല. മൈനസ് ഡി ഡബ്ല്യു പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഡബ്ല്യു മൈനസ് ഇതാണ് എന്ത്? ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
നമുക്ക് കണ്ടുപിടിക്കുന്ന ഇൻവേഴ്സ് ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ മൊബിയസ് ആണ്. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മൊബിയസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഡിയും എയും തിരിച്ചിടുക, അതിന് തന്നെ മൈനസ് ഇട്ട് കൊടുക്കുക. ഡിയും എയും തിരിച്ചിടുക, അതിന് തന്നെ മൈനസ് ഇടുക. എക്കും ബിക്കും സിക്കും ഒരു വ്യത്യാസമില്ല. ബാക്കി ഡബ്ല്യൂന്റെ ടേമിലേക്ക് നമ്മൾ സെറ്റിന്റെ ടേമിനെ നേരെ ഡബ്ല്യൂന്റെ ടേമിലേക്ക് മാറ്റി ചെയ്യുന്നു. ഇവിടെ എന്താണ് കിട്ടുക? എ ഡി മൈനസ് ബി സി എന്തായിരിക്കും? എ ടു ഡി മൈനസ് ബി സി, എ ഡി മൈനസ് ബി സി എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഒന്നുമില്ല, ഇവിടെ എങ്ങനെ ഇൻഡു ചെയ്താൽ മതി. എ ഡി മൈനസ് ബി സി നേരത്തെ എടുത്ത പോലെ തന്നെ എ ഡി മൈനസ് ബി സി ഒരിക്കലും 0 ആവില്ല. അപ്പൊ ഈ ഇൻവേഴ്സ് കണ്ടാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഇൻവേഴ്സ് ആണ്, ഒന്നുമില്ല. സെറ്റ് ഇസ് ഈക്വൽ ടു ടി, നമുക്ക് ഇങ്ങനെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടി ഓഫ് സെറ്റ് ആണ്. അപ്പം സെറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ സെറ്റ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. ഇപ്പൊ ഇൻവേഴ്സ് കിട്ടി നമുക്ക് ഇതിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ ഇൻവേഴ്സ് ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. അപ്പൊ ഇത്രയും കിട്ടിയ കണക്കിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 പോയിന്റിൽ എന്തിന് ഈ എക്സ്റ്റൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ എടുത്തത്. അപ്പൊ എക്സ്റ്റൻഡഡ് നമ്മൾ ഇൻഫിനിറ്റിയിലെ വാല്യൂസ് കൂടി കണ്ടുപിടിക്കണം. ഇൻഫിനിറ്റിയുടെ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി ഇൻഫിനിറ്റിയിലെ വാല്യൂ ബൈയിൽ എന്ത് ചെയ്താൽ ടി ഇൻവേഴ്സ് is also a Mobius ട്രാൻസ്ഫോർമേഷൻ. അത് കിട്ടി. ഇനി നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് ടി ഇൻവേഴ്സ് അല്ലെ ഇൻഫിനിറ്റിന്റെ വാല്യൂ. നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ടി ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എപ്പോ ഇൻഫിനിറ്റി ആയിരിക്കും? ഇൻഫിനിറ്റി ഇഫ് സി is equal to 0. സി is equal to 0 എന്ന സ്ഥാനത്ത് ഇനി ടി ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി അല്ലേ, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി 0 ആണെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഒരു ടേം കിട്ടും, ഇൻഫിനിറ്റി ബൈ മൈനസ് ആയി കിട്ടും. ഇൻഫിനിറ്റി ബൈ മൈനസ് ആയി കിട്ടി കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി തന്നെയാണ്. ഇഫ് സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസ്, സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ എന്താ വരിക? നേരത്തെ എടുത്ത പോലെ തന്നെ സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ സി 0 അല്ലാതെ കേസിൽ സി 0 അല്ലാതെ പറഞ്ഞാൽ ഇത് 0 അല്ല. അപ്പൊ മൈനസ് ഡി ഡബ്ല്യു പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഡബ്ല്യു മൈനസ് എ. ഇതാണ് എന്ത്? ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു. ഇനി നമുക്ക് ടി ഇൻവേഴ്സ് ഇൻഫിനിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് കിട്ടും? മൈനസ് ഡി ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് എ. അത് പറയുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്തത്? നേരത്തെ എന്താ യൂസ് ചെയ്തത്? ഹലോ, നേരത്തെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താ യൂസ് ചെയ്തത് ഇവിടെ? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഓക്കെ. ഇപ്പൊ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എന്ത് കിട്ടും? മേലത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കും മൈനസ് ടി കിട്ടും, താഴത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കും സി കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഇ ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ സി കിട്ടി, മൈനസ് ഡി ബൈ സി. ഓക്കെ, ഇനി ഏത് പോയിന്റ് ആണ് ഏതിലേക്ക് മാപ്പ്? ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്താന്ന് നോക്കണം. നമ്മൾ നേരത്തെ ഇത്ര ഏരിയന് ശേഷം ഒരു പോയിന്റ് കൂടി എന്ത്? ടി ഓഫ് മൈനസ് ഡി ബൈ സി ഈക്വൽ ടു ഇൻഫിനിറ്റി, സോറി മൈനസ് ടി ബൈ സി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എഴുതി. ഇവിടെ ഏത് പോയിന്റ് ആണ് ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക? ഏത് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക? ആയിരിക്കാൻ പറയാൻ പറ്റുമോ നോക്കിയിട്ട്? സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, എ ബൈ സി. എ ബൈ സി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടി ഇൻവേഴ്സ് ഓഫ് എ ബൈ സി. ടി ഇൻവേഴ്സ് ഓഫ് എ ബൈ സി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. അപ്പം ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എ ബൈ സി ആണ്. അപ്പം ഇതിലൂടെ എന്നും കൂടി എടുക്കുക, ടി ഇൻവേഴ്സ് ഓഫ് എ ബൈ സി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം എന്ത് കിട്ടി? ഇൻവേഴ്സ് ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് മൊബിയസ്. അതിന് എക്സ്റ്റൻഡഡ് പ്ലെയിൻ എടുക്കുന്നത് നമുക്ക് എല്ലാ കേസിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫിനിറ്റിന്റെ കേസിൽ പോലും ഇൻവേഴ്സ് ഓഫ് എ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ മൊബിയസ് ആണെന്ന് പ്രൂവ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റിന്റെ കേസ് എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു ടൈപ്പ് അല്ല, ഇത് പ്രൂഫാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് ഹോംവർക്ക് അയച്ചു തരും. അപ്പൊ ആ ഹോംവർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡൗട്ടിന്റെ കൂടെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് അധികം എസ്സേക്ക് ചോദിക്കുന്ന ഒരു ഈ ഫോർമുല വെച്ചിട്ടുള്ള കണക്കാണ് സാധാരണ എസ്സേക്ക് ചോദിക്കുന്നത്. നമുക്ക്
ഇതൊരു റിസൾട്ട് ആയിട്ട് നിങ്ങൾ ഒരു റിസൾട്ട് given 3 distinct points in the points Z1, Z2, Z3 in the set plane. Given 3 distinct points Z1, Z2, Z3 in the set plane and 3 distinct points W1, W2, W3 in the W plane. Okay. 3 points Z1, Z2, Z3 set plane distinct ആയിരിക്കണം. And W1, W2, W3 എന്ന points W plane എടുക്കുക. There exists a unique bilinear transformation. It's a 1-1 ആയിട്ടുള്ള transformation. A unique bilinear transformation that maps Zi to Wi respectively. I is equal to 1, 2, 3. ആ ഒരു മാപ്പിംഗ് ഏതാണ്? അവിടെ ഒരു എന്നുവെച്ചാൽ ഈ ഒരു 3 പോയിന്റ് സെറ്റ് പ്ലെയിനും 3 പോയിന്റ് W പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു യുണീക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നെസ്റ്റ് ചെയ്യും. ഒരു യുണീക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരേ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നെസ്റ്റ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എല്ലാ സെറ്റ് ലൈനും W ലൈനിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളെ ബൈഹാർട്ട് പഠിച്ചേക്കേണ്ട ഇക്വേഷൻ ആണ്. W minus W1 into W2 minus W3 all divided by W minus W3 into W2 minus W1 is equal to Z minus Z1 into Z2 minus Z3 divided by Z minus Z3 into Z2 minus Z1. ഇതാണ് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ. ഇതാണ് ഒരു പർട്ടിക്കുലർ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചേക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് തവണ എസ്എ ക്വസ്റ്റ്യൻ തന്നെ 5 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പാസ് മാർക്കിന് അടുത്ത് കിട്ടും. 2 ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സാവും, സുഖമായിട്ട് പാസ്സാവും. ഓക്കെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ത് അവിടെ ഒരു റെസ്പെക്റ്റീവ്ലി കഴിഞ്ഞ് എന്തോ എഴുതിയിരിക്കുന്നത് അത് സാധാരണ സെഡിനെ W ലേക്കല്ല മാപ്പ് ചെയ്യുന്നത്. റെസ്പെക്റ്റീവ്ലി I is equal to 1, 2, 3 എഴുതാണ്. അത് ബ്രാക്കറ്റ് കൊടുത്താൽ I is equal to 1, 2, 3. ഓക്കെ കൃഷ്ണ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ബൈനറി ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് എങ്ങനെ വരാൻ നോക്കാം. ഓക്കെ. ഇക്വേഷൻ ടൈപ്പ് ചെയ്തോളൂ. ചോദ്യം: ഫൈൻഡ് ദി ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ചുരുക്കി തന്നെയാണ്, അത് കുറെ സമയം എടുക്കും. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് മാപ്സ് അല്ല സോറി വിച്ച് ടേക്സ് takes the points 1, 0, infinity to 3 points ആണ്. 1, 0, infinity to -1 I minus I -1 I minus I. Find the bilinear transformation which takes the points 1, 0, infinity to -1 I minus I. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനില് ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷന്റെ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഏത് പോയിന്റ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇത് ഏതൊക്കെ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് 2011, 2011, 2013, 2022
പക്ഷെ ഇപ്പൊ അടുത്ത് ചോദിച്ചു 2022 ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇതേ സെയിം ക്വസ്റ്റ്യൻ പോയിന്റ് പോലും മാറാണ്ട് നിങ്ങൾക്ക് 2022 ചോദിച്ചിട്ടുണ്ട്. 2022 ജൂണിലെ ക്വസ്റ്റ്യൻ. ജൂണിലാണ് തന്നു ക്വസ്റ്റ്യൻ. 2022 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു പാത്രം കൂടി ഉണ്ട്. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം, ഒരു സാധനം എടുത്തതിന് ശേഷം എനിക്ക് പറയാം. ഫൈൻഡ് ദി ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് ടേക്സ് ദ പോയിന്റ്സ് 1 0 ഇൻഫിനിറ്റി ടു -1 i -i. ഇത് വെറും കാൽക്കുലേഷൻസ് മാത്രമല്ല, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ ആദ്യം എന്താണ് ഈ ഒരു പോയിന്റ്സ് എടുത്ത് ചെയ്താ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് Z1 Z2 Z3 ആണ്. അപ്പൊ Z1 = 1, Z2 = 0, Z3 = ഇൻഫിനിറ്റി. ഇനി W1 = -1, W2 = i, W3 = -i. ഇതൊക്കെയാണ് അത് ഈ പോയിന്റ്സ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് പോയിന്റ്സ് എടുത്ത് എഴുതണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ ഏത് പോയിന്റ് ആണ് ഇൻഫിനിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നത്? Z3 ആണ്. Z3 ആണെങ്കിൽ ഇക്വേഷന്റെ അങ്ങേ സൈഡ് എന്ത് ലിമിറ്റ് Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് കൂടിയുള്ള ടേം കൊടുക്കുക. ബാക്കി ഇക്വേഷൻ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ W - W1 ഇൻറ്റു W2 - W3 ഡിവൈഡ് ബൈ W - W3 ഇൻറ്റു W2 - W1 ഈക്വൽ ടു ലിമിറ്റ് Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ സെഡിന്റെ ടേം ഏത് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് സെഡിന്റെ ഇക്വേഷന്റെ കൂടെ, അഥവാ ഡബ്ല്യൂയുടെ ഏതെങ്കിലും ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകുക ഡബ്ല്യൂയുടെ ഇക്വേഷന്റെ കൂടെ ഇടാം. ഓക്കെ, ലിമിറ്റ് Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Z - Z1 ഇക്വേഷൻ മാറ്റുക. Z2 - Z3 ഡിവൈഡ് ബൈ Z - Z3 ഇൻറ്റു Z2 - Z1. മനസ്സിലായല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇത്ര എടുത്തില്ല. ഇനി ഈ ഒരു പാർട്ട് അതേപോലെ തന്നെ നോക്കി. ഈ ഒരു പാർട്ടിലാണ് വ്യത്യാസം വരുന്നത്. എന്ത് ലിമിറ്റ് Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പൊ എന്തുവേണം എടുക്കുക? ഇതിൽ നിന്ന് Z3 പുറത്തെടുക്കുക. അപ്പം Z - Z1 ഇൻറ്റു Z3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ Z3 ഇൻറ്റു എന്ത് കിട്ടും? Z2 ബൈ Z3 - 1 ഡിവൈഡ് ബൈ അടുത്തതിനും ഇതിൽ നിന്ന് Z3 പുറത്തെടുക്കുക. അപ്പൊ Z3 ഇൻറ്റു Z - Z3 - 1 ഇൻറ്റു Z2 - Z1. ഒന്നുമില്ല, Z3 ക്യാൻസൽ ആയിപ്പോ. ഇനി നമ്മൾ Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യണം. അതിൽ Z3 ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ Z2 ഒരു പോയിന്റ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി. അപ്പൊ എന്ത് കിട്ടും? ഇതെന്ത് കിട്ടും? ഒരു പോയിന്റ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ 0 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ Z ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി, അത് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ ഇവിടെയോ മൈനസ്, ഇവിടെയോ -1 ബാക്കിയുള്ളത്. ഓക്കെ, അവിടെ -1 ഇവിടെയോ -1. അപ്പം ഈ ഒരു -1 ഈ ഒരു -1 ക്യാൻസൽ ആയിപ്പോ. ബാക്കി വരുന്നതാണ് Z - Z1 ഡിവൈഡ് ബൈ Z2 - Z1. Z - Z1 ഡിവൈഡ് ബൈ Z2 - Z1 മാത്രം ബാക്കി വരും. ഓക്കെ, അതുവരെ ഓക്കെ ആണോ? W ഒരു മാറ്റില്ല. W - W1 ഇൻറ്റു W2 - W3 ഡിവൈഡ് ബൈ W - W3 ഇൻറ്റു W2 - W1. ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മൾ പോയിന്റ് കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻഫിനിറ്റി തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അഥവാ ആ പോയിന്റ് തന്നിട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ലെങ്കിൽ സാധാ 1 2 3 അല്ലെങ്കിൽ 1 i - i അങ്ങനത്തെ മാത്രം പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങൾക്ക് ആദ്യം പഠിച്ച ഇക്വേഷൻ ഇല്ലേ, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് W - W1 ഇൻറ്റു W2 - W3 ഡിവൈഡ് ബൈ W - W3 ഈക്വൽ ടു ഇത്. ഇനി പോയിന്റ് കൊടുക്കുക. നമുക്ക് തന്ന പോയിന്റ്സ് ഇതിൽ കൊടുക്കുക. നമുക്ക് തന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? W മൈനസ് ആദ്യം മണിക്ക് ഒന്നും കൂടി പോയിന്റ്സ് ചെയ്താ Z1 1, Z2 0, Z3 ഇൻഫിനിറ്റി. അതിന്റെ ആവശ്യമില്ല. W1 W2 W3. അതാണ് -1 i -1 i. ഇനി ഒന്നുമില്ല, ഇത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. W -1 അപ്പൊ W + 1 ഇൻറ്റു W2 W3 അന്നേരം i - i അപ്പം 2i വരും. i - 2i വരും. W
W3. അപ്പൊ W പ്ലസ് ഐ ഇൻറ്റു W2 മൈനസ് W1. W1 ഓർക്കുക. W2 മൈനസ് W1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ വരും. Equal to set minus Z1. Set minus Z1, set minus 1 divided by set 2 minus Z1. Set 2 minus Z1 എന്നാണ് 0 minus -1. അപ്പൊ -1 കിട്ടും. ഒന്നുമില്ല, ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. എന്ത് W plus 1 into 2i divided by W plus I into 1 plus I is equal to ഈ മൈനസ് മേലെ പോകുമ്പോൾ മൈനസ് സെറ്റ് മൈനസ് 1 ഇത് തിരിച്ചിട്ടാൽ മതി 1 മൈനസ് സെറ്റ് എന്ന്. ഇത്രയും ക്ലിയർ ആണോ? കാൽക്കുലേഷൻ ഓക്കെ ആണോ? Yes, sir. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് എന്ത്, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2IW പ്ലസ് 2i ഡിവൈഡ് ബൈ W പ്ലസ് IW പ്ലസ് I പ്ലസ് -1 ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് സെറ്റിന്റെ വ്യത്യാസമില്ല. ഇതിലൂടെ വെച്ചിട്ട് ബാക്കി അപ്പുറം കൊണ്ടുപോകാം. 2IW പ്ലസ് 2i equal to 1 minus z into W plus IW plus I minus 1. ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. W മൈനസ് W പ്ലസ് IW പ്ലസ് I മൈനസ് 1 മൈനസ് ZW. കാൽക്കുലേഷൻ ആണ്, സിമ്പിൾ കാൽക്കുലേഷൻ. എന്താ പറയുക, നമ്മൾ വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാൻ മാത്രം മതി. I into ZW മൈനസ് IZ പ്ലസ് Z. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ഡബ്ല്യൂന്റെ ടേം അപ്പുറം വെച്ചിട്ട് സെഡിന്റെ ടേം ഒക്കെ ഇപ്പുറം കൊണ്ടുവരിക. ഡബ്ല്യൂന്റെ ടേം ഇവിടുത്തെ കൂടി അപ്പുറം കൊണ്ടുപോകാം. സെഡിന്റെ ടേമും ഐന്റെ ടേമും കോൺസ്റ്റന്റ് ടേമും ഒക്കെ ഒരു സൈഡിലും ഡബ്ല്യൂന്റെ ടേം അങ്ങനെ സൈഡിലും. നമുക്ക് W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ടേമിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. അതിന് വേണ്ടി ഡബ്ല്യൂന്റെ ടേം ഇവിടെ വെച്ചിട്ട് സെഡിന്റെ ടേം ഒക്കെ ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ ഡബ്ല്യൂന്റെ ടേം ഇവിടെ വെച്ചിട്ട് സെഡിന്റെ ടേം. ഓക്കെ, അപ്പം 2i ഇവിടെ തന്നെ വെക്കുക. ബാക്കി ഇവിടുന്ന് വരിക 2i മൈനസ് I പ്ലസ് 1. ഇനി വരുന്നത് W ടേം അവിടെ വെക്കുക. ഓക്കെ, സെഡിന്റെ ടേം പ്ലസ് IZ മൈനസ് Z. അപ്പൊ ഇതൊക്കെ ഇതായി ഇതിലൊക്കെ W ഉണ്ട്, ഇതായി. ഓക്കെ, ഈ 2IW അപ്പുറം ഡബ്ല്യൂന്റെ ടേം ഒക്കെ അപ്പുറം സൈഡ് പ്ലസ് WI മൈനസ് ZW മൈനസ് IZW. ഓക്കെ, ഇവിടുന്ന് വന്നൊരു മൈനസ് 2IW. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 2iയും ഒരു ഐയും. അപ്പം ഇവിടെ എന്ത് വരും? I മാത്രം വരും. അപ്പം IZ പ്ലസ് എന്ത് കിട്ടും? IZ പ്ലസ് 1 പ്ലസ് I മാത്രം കിട്ടും. ഇവിടെ IZ പ്ലസ് ഒരു സെറ്റ് IZ പ്ലസ് 1 പ്ലസ് I മൈനസ് Z എന്ന് പറഞ്ഞ ടേം മാത്രം ഇവിടെ കിട്ടും. ഇല്ല, ഈ ടേം IZ പ്ലസ് 1 ഒരു I. ഓക്കെ, ഇത്രയും ടേം ഈ ഒരു സൈഡിൽ വരും. നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അപ്പർ സൈഡിൽ എന്തൊക്കെ വരിക? ഒന്നുമില്ല, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. കാരണം ഇതാ ഒരു IW ഒരു മൈനസ് 2IW. അതിന് വരും W മൈനസ് ZW പ്ലസ് മൈനസ് IZW. ഇനി ഒരു IW, ഇതൊരു IW ക്യാൻസൽ ആവും. അപ്പൊ മൈനസ് IW കിട്ടും, മൈനസ് IW. ഇനി ഒന്നുമില്ല, ഈ ഒരു ടേമിൽ എന്ത് പുറത്തെടുക്കുക? W പുറത്തെടുക്കുക. W പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് Z മൈനസ് IZ മൈനസ് I. ഇത്ര W വരും. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? W ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. W ഈക്വൽ ടു എഴുതുമ്പോൾ എന്ത് വരും? W ഈക്വൽ ടു W അവിടെ വെച്ച് ബാക്കിയുള്ള ടേം ഇപ്പുറം കൊണ്ടുവരിക. അപ്പം ഇവിടെ അതേപോലെ തന്നെ IZ മൈനസ് Z പ്ലസ് 1 പ്ലസ് I ഡിവൈഡ് ബൈ ഈ ഒരു ടേം 1 മൈനസ് Z മൈനസ് IZ മൈനസ് I. ഓക്കെ, ഇത്രയും നമ്മൾ അടിയിൽ.
ഓക്കെ, അപ്പൊ ഡബ്ല്യു സിക്കല് കിട്ടി. നമുക്ക് ഇത്ര മതി, ശരിക്കും പറഞ്ഞാൽ ആൻസറിൽ ഇത്ര എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ഒന്ന് ഫിക്സഡ് പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒന്നുമില്ല, നമ്മൾ സാധാരണ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഒരേപോലെ വരുന്നില്ല. റിയൽ പാർട്ട് ഏതൊക്കെ വരിക? ഇവിടെ വരുന്നത് 1 മൈനസ് സെറ്റ്. 1 മൈനസ് സെറ്റ് മാത്രമല്ല റിയൽ പാർട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം ഐ ഇടാമല്ല. ഐ ഇൻറ്റു എന്ത് കിട്ടും? 1 പ്ലസ് സെറ്റ് ഡിവൈഡ് ബൈ ഇവിടെ അതേപോലെ തന്നെ 1 മൈനസ് സെറ്റ് പ്ലസ് എന്ത് കിട്ടും? ഐ ഇൻറ്റു, അല്ലെ മൈനസ് ചെയ്താ മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് സെറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ലാസ്റ്റ് എഴുതിയത് ഫുൾ കാൽക്കുലേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണമെന്ന് വെച്ചിട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഫുൾ കാൽക്കുലേഷൻ ചെയ്ത് തന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാൽക്കുലേഷൻ ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ആ മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ. മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ എന്നത് ഒരു അങ്ങനെ ആ എ സെറ്റ് ബി പ്ലസ് സി സെറ്റ്. അപ്പോൾ ആ ഒരു ടേമിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല. നിങ്ങൾ ഒരു സെറ്റിന്റെ ടേം വരുന്നതൊക്കെ ഒപ്പരം എന്ന് വെച്ചാൽ സെറ്റ് ഇൻറ്റു ഈ ഒരു ടേം എന്താ വരിക? ഐ മൈനസ് 1 പ്ലസ് 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ ഇവിടെ സെറ്റിന്റെ ടൈം എന്തൊക്കെയാണ്? സെറ്റ് പുറത്തെടുത്ത് സെറ്റ് ഇൻറ്റു -1 മൈനസ് ഐ പ്ലസ് 1 മൈനസ് ഐ. അപ്പൊ എന്ത് കിട്ടി? ഒരു എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയല്ലേ നിങ്ങൾക്ക് എന്ത്? ഡബ്ല്യു എന്ന് പറയുന്നത്. ഇതൊരു എ ആയിട്ട് എടുക്കുക. ഇതൊരു എ എന്ന് പറയുന്നത് ഐ മൈനസ് 1 ഇൻറ്റു സെറ്റ് പ്ലസ് ബി എന്ന് പറയുന്നത് 1 പ്ലസ് ഐ, അതേപോലെ തന്നെ സി എന്ന് പറയുന്നത് -1 മൈനസ് ഐ ഇൻറ്റു സെറ്റ് പ്ലസ് ഡി എന്ന് പറയുന്നത് 1 മൈനസ് ഐ. ഓക്കെ ആണോ? ഹലോ, അപ്പൊ ഇത് ഒരു മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് കൺഫേം ആയില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ അഥവാ ഇത് കിട്ടി, ഇത് മൊബൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എ ഡി മൈനസ് ബി സി എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് കിട്ടില്ല? 0 അത് കിട്ടില്ല. അത് വേണമെങ്കിൽ എവിടെയൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഏതെങ്കിലും പാർട്ടിൽ ഡൗട്ട് ഉണ്ടോ? ഹലോ, ഏറ്റവും ലാസ്റ്റ് ഒന്ന് പറയൂ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത്. ഓക്കെ, ഇപ്പൊ ചെയ്തത് ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഡബ്ല്യു സിക്കൽ എഫ് ഓഫ് സെറ്റ് എന്ന് മാത്രം കിട്ടിയാൽ പറ്റും. ഡബ്ല്യു സിക്കൽ ടു നമ്മളെ ആ ഫോം കിട്ടണം. എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി എന്ന് കിട്ടണം. അപ്പൊ ഇത് ആ ഫോമിലല്ല. ആ ഫോം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സെറ്റ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് പ്ലസ് ഡി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നുമില്ല. സെറ്റ് എന്ന് പറയുന്നത് സെറ്റിന്റെ ടേം എടുക്കുക. സെറ്റ് ഇൻറ്റു ഒരു ഐ മൈനസ് 1. അപ്പൊ ഈ രണ്ട് ടേമും കഴിഞ്ഞു. പിന്നെ ബാക്കി വരുന്നത് 1 പ്ലസ് ഐ. ഓക്കെ, ഇനി അടിയിലുള്ളത് സെറ്റിന്റെ ടേം വരുന്നത് സെറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ -1 മൈനസ് ഐ പ്ലസ് 1 മൈനസ് ഐ ലാസ്റ്റ് എഴുതുക. ഓക്കെ ഗ്രീഷ്മ? ഹലോ, ഓക്കെ സാർ. ഓക്കെ സാർ. ഒന്നുമില്ല. സെറ്റ് ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഏതൊരു മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു ഫോമിൽ കിട്ടണം. എ സെറ്റ് പ്ലസ് ഡി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി ഈ ഒരു ഫോമിൽ ലാസ്റ്റ് ഇതുവരെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും ഈ ഒരു ക്വസ്റ്റിന്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് അയച്ചു തരാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ അതും കൂടി ചെയ്തോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ഈ ഒരു ടൈപ്പ് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു ക്വസ്റ്റിന്റെ ഒപ്പരം തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പൊ നമുക്ക് ചോദിച്ചല്ലോ ഈ ഒരു 3 കൊല്ലം ചോദിച്ച ക്വസ്റ്റിന് ഒപ്പരം ഒരു ഫിക്സഡ് പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം. ആ ഫിക്സഡ് പോയിന്റ് ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറഞ്ഞത്. ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. Z is equal to true or false. Z is equal to 2 is a fixed point of a Mobius transformation. Set point of a Mobius transformation. E of Z is equal to 3Z plus 4 divided by. Simple ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്
വേഗം ടി ഓഫ് സെറ്റ് ത്രീ സെറ്റ് മൈനസ് 4 ഡിവൈഡ് ബൈ ത്രീ സെറ്റ് മൈനസ് 4 ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 1. ഓക്കെ, എന്നുവെച്ചാൽ സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ ഒരു ഒബ്വിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷനിൽ എന്ത് ഫിക്സഡ് പോയിന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് ആണ്. 2020 ജൂണിൽ ചോദിച്ചു വെച്ചിട്ടാണ്. 2020 ജൂണിൽ ചോദിച്ചു വെച്ചിട്ടാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് പോയിന്റ് ആണ്. അതെങ്ങനെ നോക്കുക? ഒന്നുമില്ല, നമ്മൾ ഫിക്സഡ് പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ നമ്മൾ എന്ത് ഈക്വൽ ടു ഒരു സെറ്റ് എന്നങ്ങ് എഴുതിയേക്കണം. ഫിക്സഡ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഈക്വൽ ടു സെറ്റ് എന്നങ്ങ് എഴുതാം. 3 സെറ്റ് മൈനസ് 4 ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 4 1 ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഒന്നുമില്ല, നേരത്തെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ എന്തായാലും കാൽക്കുലേഷനിലാണ് എഴുതുന്നത്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. സെറ്റ് ഇൻറ്റു സെറ്റ് മൈനസ് 1. അപ്പൊ എന്ത് കിട്ടും? 3 സെറ്റ് മൈനസ് 4 ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ്. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് മൈനസ് 3 സെറ്റ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. അതെന്ത് കിട്ടും? സെറ്റ് സ്ക്വയർ മൈനസ് 4 സെറ്റ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. സെറ്റ് സ്ക്വയർ മൈനസ് 4 സെറ്റ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ. അങ്ങനെ എടുക്കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കാണാൻ നിങ്ങൾക്ക് അറിയാം. സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 16 മൈനസ് 4 16 ഡിവൈഡ് ബൈ 2 എന്നുണ്ട്. അപ്പൊ എന്ത് കിട്ടും? 4/2 എന്നുണ്ട്. അതിനനുസരിച്ച് 2 സെറ്റ് ഇസ് ഈക്വൽ ടു 2 ആണ് കിട്ടുക. നമുക്ക് ഈ ഒരു ഇക്വേഷൻ സെറ്റുമായിട്ട് ഫിക്സഡ് പോയിന്റ് നമ്മൾ എന്താ W ഓഫ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ആണ്. അപ്പം ഫിക്സഡ് പോയിന്റ് ആണ്. W ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് എടുത്തു. നമ്മൾ T ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് എടുത്തു. നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്താണ്? ഇതിന്റെ ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഏതെങ്കിലും കാൽക്കുലേഷൻ ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? സാർ അവിടെ ഇസഡിന് 2 വാല്യൂ വരുന്നില്ലയോ? സെറ്റിന് പ്ലസ് ഓർ മൈനസ് 2 അതാണ് ഉദ്ദേശിച്ചത്. അല്ല, 4/2 എന്ന് പറയുമ്പോൾ ഇസഡിന് 2,2 രണ്ട് വാല്യൂ ഏതാ? 2,2 ഏതാ? പക്ഷെ 2 അല്ല നമ്മൾ സെറ്റ് ഇസ് ഈക്വൽ ടു 2 ഇസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് ഫിക്സഡ് പോയിന്റ് ആണെന്നല്ലേ ചോദിച്ചല്ലോ. അപ്പൊ നമുക്ക് 2 വാല്യൂ 2 തന്നെയല്ലേ വരുന്നത്. വേറെ വാല്യൂ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് മെൻഷൻ ചെയ്ത് പറയേണ്ട ആവശ്യമുള്ളൂ. 2 തന്നെ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ആവശ്യം വരുന്നില്ല. പണിക്ക് എഴുതാം സെറ്റ് ഇസ് ഈക്വൽ ടു 2,2 എന്ന് തന്നെ എഴുതാം. അപ്പോഴും വരുന്നത് സെറ്റ് ഇസ് ഈക്വൽ ടു 2 ഇസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് ഒബ്വിയസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഹലോ, ഓക്കെ. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. നമുക്കിത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ തുടങ്ങാൻ വിചാരിക്കുന്നത്. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് വലിയൊരു പാർട്ടാണ്. പക്ഷെ ഇതിൽ ഇന്റഗ്രേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. 2-3 തിയറം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 വലിയ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ചു തരാം. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ വേറെ ഒന്നല്ല, സാധാ ഇന്റഗ്രേഷൻ അല്ല, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഫൈൻഡ് ദി Mobius transformation such that T of minus I is equal to minus I and T of 1 is equal to 0. T of I is equal to I. ഇങ്ങനെയുള്ള ഒരു മൊബൈൽസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് 2020 ജൂണിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽസ് ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ 2 ക്വസ്റ്റിനും 3 ക്വസ്റ്റിനൊക്കെ ചോദിക്കാം. നേരത്തെ ക്വസ്റ്റിന് ഈ ഒരു ക്വസ്റ്റിനും 2020 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ട് T ഓഫ് മൈനസ് ഐയിലേക്ക് മാപ്പ് ചെയ്യുന്നു, 1 0ലേക്ക് മാപ്പ് ചെയ്യുന്നു, I
ഐയിലേക്കാണ് മാപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം, നമുക്ക് അറിയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം റിയൽ നമ്പർ നോക്കുക. ഇപ്പൊ ടി ഓഫ് 1 സീറോയിലേക്ക് പോകുന്നു. അതെന്ന് വെച്ചാൽ സെറ്റിന് 1 കൊടുക്കുക പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു 1 പ്ലസ് ഡി. ഓക്കെ, അതെന്തിലേക്ക് പോകുന്നു, സീറോയിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് കിട്ടും, എ പ്ലസ് ബി സിക്വൽ ടു 0 എന്ന് കിട്ടും, എ സിക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടും, എ സിക്വൽ ടു മൈനസ് ബി. ഇത് അവിടെ വെക്കുക. അപ്പൊ നമുക്ക് ടി ഓഫ് 1 സിക്വൽ ടു 0 എന്ന് ഉപയോഗിച്ച് എന്ത് കിട്ടി, എ സിക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടി. ഇനി അതായത് ടി ഓഫ് 5 സിക്വൽ ടു ഐ എന്നുള്ളൊരു ഇക്വേഷൻ, അതും ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. എ ഇൻറ്റു ഐ പ്ലസ് ബി സിക്വൽ ടു 0, സോറി പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഐ പ്ലസ് ഡി സിക്വൽ ടു ഐ കിട്ടും. ഒന്നുമില്ല, അപ്പുറം ഇപ്പുറം ഇക്വേറ്റ് ചെയ്യുക. അത് അപ്പുറം ഇപ്പുറം ഇതാക്കുക, ഇതിനെ മാറ്റി ചെയ്ത എ ഐ പ്ലസ് ബി സിക്വൽ ടു സി ഐ പ്ലസ് ഡി ഇൻറ്റു ഐ. ഒന്നുമില്ല, എ ഐ പ്ലസ് ബി സിക്വൽ ടു ഐ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ മൈനസ് എ പ്ലസ് ഡി ഐ കിട്ടും. ഐയിലെ ടേമും ഒപ്പരം ഐ ഇൻറ്റു എ മൈനസ് ഡി സിക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, ഈ ഒരു ഇക്വേഷൻ സോറി ഈ ഒരു ടി ഓഫ് ഐ സിക്വൽ ടു ഐ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു സാധനം ഇവിടെ എ സിക്വൽ ടു മൈനസ് ബി കിട്ടി. അത് വേണ്ടിക്കല് മേലെ എഴുതിയേക്കാം, എ സിക്വൽ ടു മൈനസ് ബി കിട്ടി. അത് നമുക്ക് കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മറ്റേത് ഫുള്ള് ഫിനിഷ് ആയില്ല. ഇനി അത് അടുത്ത് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, എന്ത് ബി പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ടി സിക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്, ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഇത് ഉപയോഗിക്കുക. ടി ഓഫ് മൈനസ് ഐ സിക്വൽ ടു മൈനസ് ഐ, ടി ഓഫ് മൈനസ് ഐ സിക്വൽ ടു മൈനസ് ഐ. ഒന്നുമില്ല, എ ഇൻറ്റു മൈനസ് എ ഐ പ്ലസ് ബി ഡിവൈഡ് ബൈ മൈനസ് സി ഐ പ്ലസ് ഡി സിക്വൽ ടു മൈനസ് ഐ. ഒന്നുമില്ല, ഇതിൽ പറഞ്ഞ കൊണ്ടുപോകുക. മൈനസ് എ ഐ പ്ലസ് ബി സിക്വൽ ടു മൈനസ് സി ഐ പ്ലസ് ഡി ഇൻറ്റു മൈനസ് ഐ കിട്ടും. അത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പ്ലസ് പ്ലസ് മൈനസ് സി പ്ലസ് ഒരു മൈനസ് സി മൈനസ് ഡി ഐ കിട്ടും. ഇനി അടുത്തത് ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബി പ്ലസ് സി മൈനസ് ഐ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ഡി മൈനസ് എ സിക്വൽ ടു 0. ഈ ഒരു 2 ഇക്വേഷൻ കിട്ടും. അത് രണ്ടും മാത്രം മതി. ആ 2 ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിക്കും. എന്ത് ടി ഓഫ് ഐ സിക്വൽ മൈനസ് ഐ സിക്വൽ മൈനസ് ഐയും ടി ഓഫ് ഐ സിക്വൽ ഐ എന്ന് പറഞ്ഞ 2 സാധനം, അതിൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. 2 ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്നുമില്ല, 2 ആഡ് ചെയ്യാം. 1 പ്ലസ് 2. ഇത് ഒന്നുമില്ല, ഇതൊന്ന് മാറ്റിയത് ഇത് ഈ ഒരു ഫോമിലേക്ക് തന്നെ മാറ്റിയതാണെങ്കിൽ എ മൈനസ് ഡി തന്നെ, പക്ഷെ ഇതിനൊരു മൈനസ് വരും. ഓക്കെ, ഈ ഒരു ടേമിൽ തന്നെ ആ ഒരു ഒരേപോലെ ആക്കി കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഒരേപോലെ ആക്കി. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്ലസ് ഈ ഒരു ഇക്വേഷൻ, അപ്പൊ എന്ത് കിട്ടും, ഈ ഒരു ടേം രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ഈ ഒരു ടേം ഇത് പ്ലസ് ഇതല്ല, അപ്പം ഇത് പ്ലസ് ഇത്, അപ്പൊ ഇത് 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി വരുന്നത് 2b പ്ലസ് 2c. അപ്പൊ എന്ത് കിട്ടും, 2b പ്ലസ് 2c സിക്വൽ ടു 0 എന്ന് കിട്ടും. 2b സിക്വൽ ടു മൈനസ് 2c എന്ന് കിട്ടും. 2b സിക്വൽ മൈനസ് 2c, 2 2 ക്യാൻസൽ. അപ്പൊ എന്ത് കിട്ടും, b സിക്വൽ ടു മൈനസ് c എന്ന് കിട്ടും. b സിക്വൽ മൈനസ് ആണെങ്കിൽ c സിക്വൽ ടു മൈനസ് b എന്ന് കിട്ടും. c സിക്വൽ ടു മൈനസ് b. മൈനസ് b എന്ന് പറയുന്നത് എന്താണ്, a ആണ്. അപ്പൊ c സിക്വൽ ടു a എന്ന് കിട്ടി. എന്താ കിട്ടി, അത് വട്ടോട്ടേക്ക് a സിക്വൽ ടു മൈനസ് b. അല്ല a ന്റെ ടേമിലേക്ക് വേണ്ടിയതാ. അപ്പം b സിക്വൽ ടു മൈനസ് a എന്ന് കിട്ടി, c സിക്വൽ ടു a എന്ന് കിട്ടി. ഇനി ഒന്നുമില്ല, ഇത് രണ്ടും ആഡ് ഇത് രണ്ടും മൈനസ് ചെയ്യാം. 1 മൈനസ് അല്ലെങ്കിൽ 2 മൈനസ് 1, ഈ ഒരു ഇക്വേഷൻ 2 മൈനസ് 1, 2 മൈനസ് 1 എന്താ വരിക, 2 മൈനസ് 1. ഇത് ഈ ഒരു ടേമും ക്യാൻസൽ ആയിപ്പോ. ബാക്കി വരുന്നത് ഇത് മൈനസ് ഇതല്ലേ. അപ്പം അല്ല 1 മൈനസ് 2 കൊടുത്താലും മതി. 1 മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
ഇത് മൈനസ് ഇത്. അപ്പം 2i ഇൻറ്റു എ മൈനസ് ടി ഇസ് ഇക്വൽ ടു ഇത് കിട്ടും 0 എന്ന് കിട്ടും. 2i ഇൻറ്റു എ മൈനസ് ടി ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? എ മൈനസ് ഡി ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടും. എ ഇസ് ഇക്വൽ ടു ഡി എന്ന് കിട്ടും. അപ്പൊ ഏതൊക്കെ എല്ലാം എന്റെ ടൈമിലേക്ക് കിട്ടി. എന്ത് എ ഇക്വൽ ടു ഡി ആൻഡ് എ ഇസ് ഇക്വൽ ടു സി ആൻഡ് ബി ഇസ് ഇക്വൽ ടു മൈനസ് എന്ന് കിട്ടി. അപ്പൊ ഇത് 3 കിട്ടി. ഇനി ഒന്നുമില്ല, നമുക്ക് ടി ഓഫ് സെറ്റിന്റെ സ്ഥാനത്ത് ടി ഓഫ് സെറ്റ് എന്താണ്? ടി ഓഫ് സെറ്റ് ഇസ് ഇക്വൽ ടു എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി അല്ലേ? ഒന്നുമില്ല, നമുക്ക് എ അവിടെ വെക്കുക, ബാക്കി എല്ലാത്തിനും എന്റെ ടൈമിലേക്ക് മാറ്റിയതാ. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് മൈനസ് എ ആണ്. അപ്പം എ സെറ്റ് മൈനസ് എ ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് എ ആണ്. അപ്പം എ സെറ്റ് ഡി എന്ന് പറയുന്നത് എ തന്നെയാണ്, എ സെറ്റ് പ്ലസ് എ. അപ്പം എ പുറത്തെടുക്കുക, എ ഇൻറ്റു സെറ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ എ ഇൻറ്റു സെറ്റ് പ്ലസ് 1. അപ്പം എയും എയും ക്യാൻസൽ ആയി എന്ത് കിട്ടും? സെറ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 1. ഓക്കെ, സെറ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് മൊബിയസ് ആണ് നോക്കണം. മൊബിയസ് ആണ് നോക്കണമെങ്കിൽ എന്താണ്? എ ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇതിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 1. അപ്പം എ ഡി മൈനസ് ബി സി എന്താ വരിക? എ ഡി മൈനസ് ബി സി എ ഡി 1 മൈനസ് ബി സി എന്ന് പറഞ്ഞാൽ മൈനസ് 1. 1 മൈനസ് 1 2 ആണ്. ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതാണ് ആ ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ, ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 1 വന്നിട്ട് ഒന്നും കൂടി പറഞ്ഞോളൂ, ഒന്നും കേട്ടില്ല. സാറേ നമുക്ക് ഇസെറ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ ഇസെറ്റ് പ്ലസ് 1 കിട്ടിയില്ലേ ലാസ്റ്റ് സ്റ്റെപ്പ്? ഓക്കെ ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നമ്മള് എന്താ പറയാ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കിട്ടി, നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടില്ല. അത്ര കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്. എന്നുവെച്ചാൽ ടി ഓഫ് സെറ്റ് സെറ്റ് മൈനസ് 1 ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 1. ഇതിൽ എ എത്രയാണ്? എ സിക്വൽ ടു എ എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ്, സെറ്റിന്റെ കോഎഫിഷ്യന്റ് ആണ്, മേറ്റ സെറ്റിന്റെ കോഎഫിഷ്യന്റ്. എ സിക്വൽ ടു 1, ബി സിക്വൽ എന്താണ്? മൈനസ് 1, സി സിക്വൽ എന്താണ്? 1, ഡി സിക്വൽ ടു 1. ഒന്നുമില്ല, ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് ഡിയും ഡിയും എ സി അല്ല. അപ്പൊ നമുക്ക് എന്താണ്? മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എപ്പോഴും. അപ്പൊ നമുക്ക് എ ഡി എന്താണ്? എ ഇൻറ്റു ഡി എന്ന് വെച്ചാൽ 1 മൈനസ് ബി ഇൻറ്റു സി എന്ന് വെച്ചാൽ മൈനസ് 1 മൈനസ് 1 ഇത് സിക്വൽ 2. 2 ഒരിക്കലും 0 അല്ല, 2 നോട്ട് ഈക്വൽ ടു 0 അല്ല. ഓക്കെ ഗ്രീഷ്മ? ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷനിലേക്ക് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. 2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. True or false? If T is a linear fractional transformation, if T is a linear fractional transformation such that T of 0 is equal to 0 and T of infinity is equal to infinity. T of 0 is equal to 0 and infinity ne infinity like map in. Then T of z is equal to alpha z in number 2. T of z is equal to alpha z for some non-zero number. For some non-zero number z is non-zero number alpha belongs to C. ഒന്നുമില്ല, T of 0 is equal to 0, T of infinity is equal to infinity എന്ന് പറയുന്ന ഒരു ലീനിയർ ഫ്രാക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ല മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോം എന്താന്ന് വരുമെന്ന്? ടി ഓഫ് സെറ്റ് ഇക്വൽ ടു ആൽഫ സെറ്റ്, ഒരു ആൽഫ ബിലോങ്സ് ടു നോൺ സീറോ ആൽഫ ബിലോങ്സ് ടു സി എന്ന് പറയുന്ന ആൽഫ സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതെങ്ങനെയാ പ്രൂവ് ചെയ്താൽ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഏതൊക്കെ കൊല്ലം? 2013 2013 2017 ചോദിച്ച ക്വസ്റ്റ്യൻ. 2013 2017 2013 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ മനസ്സിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ടി ഓഫ് 0 എന്താണ്? 0 എന്ന് ടി ഓഫ് ഇൻഫിനിറ്റി എന്താണ്? ഇൻഫിനിറ്റി എന്താണ്? ടി ഓഫ് 0 0, ടി ഓഫ് ഇൻഫിനിറ്റി
ഇൻഫിനിറ്റി തന്നിട്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ എഴുതണം. മൊയില് എ സെറ്റ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഇതില് രണ്ട് ടേം ഈ ഒരു സാധനം കൂടി എ ബി സി ഡി ബിലോങ്സ് ടു സി ആൻഡ് എ ഡി മൈനസ് ബി സി ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. ഇത്രയും ഞങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയ എഴുതിയേക്കാം. അപ്പൊ നമുക്ക് ടി ഓഫ് 0 is equal to 0. അപ്പൊ ടി ഓഫ് 0 എന്താ വരിക, സെറ്റ് is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ബി ബൈ ഡി is equal to എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ആൻഡ് ഇംപ്ലൈസ് ബി is equal to 0 എന്ന്. ബി ബൈ ഡി is equal to 0, അപ്പം ബി is equal to 0. ഈ ഒരു ഫോം വെച്ചിട്ട് എന്ത് മാറ്റി ചെയ്താ നമുക്ക് ടി ഓഫ് സെറ്റ് ബി 0 എന്ന് കിട്ടി. ബി 0 എന്ന് കിട്ടി നമുക്ക് അത് മാറ്റി ചെയ്താ എ സെറ്റ് ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. ഇതാണ് നമ്മളെ ഇനിയുള്ള എന്ത് മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ. എ സെറ്റ് ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി, അതാണ് എന്ത് ഇനിയുള്ള മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ. ബി സിക്കൽ 0 നമുക്ക് ടി ഓഫ് 0 സിക്കൽ 0 എന്ന് എടുത്തപ്പോ കിട്ടി. ഇനി അടുത്തത് അത് ടി ഓഫ് ഇൻഫിനിറ്റി സിക്കൽ ടു ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റത്തെ മൊബൈൽ ട്രാൻസ്ഫോർമേഷൻ അല്ല ഇൻഫിനിറ്റിന് കൊടുക്കേണ്ടത്, ഇതിലാണ് കൊടുക്കേണ്ടത്. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എ ഇൻറ്റു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ഡി എന്ന് കിട്ടും. എ ഇൻറ്റു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ഡി എന്ന് കിട്ടും. ഇവിടെ എന്താണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഏതാ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ? ഞാൻ രണ്ടുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏതാ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നു കഴിഞ്ഞാൽ ഏതാ അപ്ലൈ ചെയ്യാ? ഹലോ, ഓർമ്മയില്ല? ഇന്നത്തെ ഫസ്റ്റ് എൽ ഹോസ്പിറ്റൽസ് റൂൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, എ ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 0 ഇപ്പം സി കിട്ടും. എ ഡിവൈഡ് ബൈ സി സിക്കൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. എന്നുവെച്ചാൽ ടി ഓഫ് ഇൻഫിനിറ്റി അല്ലേ. അപ്പം എ ഡിവൈഡ് ബൈ സി സിക്കൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി. എ ഡിവൈഡ് ബൈ സി സിക്കൽ ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എ ബൈ ഒരു നമ്പർ സിക്കൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി കഴിഞ്ഞാൽ സിന്റെ വാല്യൂ എന്തായിരിക്കും, എ ബൈ ഒരു നമ്പർ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, 0 ആയിരിക്കും. അത്രേ ആയിരിക്കും. എ ബൈ ഒരു നമ്പർ ഇൻഫിനിറ്റി ആണെങ്കിൽ അതൊരു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതുവരെ ഇപ്പം കിട്ടിയ ടി ഓഫ് സെറ്റ് എന്ന് പറയുന്നത്, മുന്നേ കിട്ടിയ ടി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സി 0 എന്ന് കൂടി കിട്ടി. സി 0 എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് സെറ്റ് എന്താണ് കിട്ടിയ, ടി ഓഫ് സെറ്റ് ഇസ് ടു എ സെറ്റ് ബൈ ഡി എന്ന് കിട്ടും. നമ്മളൊരു ഫോമിൽ എഴുതാം എ ബൈ ഡി സെറ്റ് എന്ന് എഴുതാം. എ ബൈ ഡി സെറ്റ്, എ ബൈ ഡി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ലേ. അതിന് വേണ്ടിക്ക് ഒരു ആൽഫ നേടി കഴിഞ്ഞാൽ ആൽഫ സെറ്റ് നേടിക്കൂടെ നമുക്ക്. ടി ഓഫ് സെറ്റ് ഇസ് ടു ആൽഫ സെറ്റ്. ഓക്കെ, ആൽഫ ബിലോങ്സ് ടു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ബിലോങ്സ് ടു സി. കോംപ്ലക്സ് നമ്പർ. ഓക്കെ അല്ലേ? ഹലോ, പറയൂ. ഡൗട്ട് ഉണ്ടോ? എന്ത് പറഞ്ഞു? സാറേ ടി ഓഫ് ആൽഫ ഇട്ട് നമ്മൾ ചെയ്തില്ലേ, അവിടെ ഒന്ന് പറയൂ. ടി ഓഫ് ആൽഫ അല്ല, ടി ഓഫ് ഇൻഫിനിറ്റി ആണ്. ടി ഓഫ് ഇൻഫിനിറ്റി. സോറി സാർ, ഇൻഫിനിറ്റി. അപ്പം എ ഇൻറ്റു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സി ഇൻറ്റു, ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്നത്. സെറ്റിന് ഇൻഫിനിറ്റി കൊടുക്കുക. ടി ഓഫ് ഇൻഫിനിറ്റി സിക്കൽ ഇൻഫിനിറ്റി എന്നാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെറ്റിന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പം എ ഇൻറ്റു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സി ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് ഡി ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. അപ്പൊ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, എൽ ഹോസ്പിറ്റൽ റൂൾ ഇതിൽ അപ്ലൈ ചെയ്യും, ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, രണ്ട് ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ എ സെറ്റ് പ്ലസ് എ സെറ്റ് ഡിവൈഡ് ബൈ സി സെറ്റ് പ്ലസ് ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലേ. അതിന് നമ്മളിപ്പോ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമില്ല, രണ്ട് ലീനിയർ ആണ്. എ ബൈ സി എന്ന് മാത്രം വരും. എ ബൈ സി സിക്കൽ ടു എന്താണ്, ഇൻഫിനിറ്റി ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എ ബൈ സിക്കൽ ടു ഇൻഫിനിറ്റി. എ ബൈ സിക്കൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരു നമ്പർ ഡിവൈഡ് ബൈ സി എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആണെങ്കിൽ ആ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ഭീഷ്മ, ഹലോ. സാറേ എ ബൈ സി സിക്കൽ ടു ഇൻഫിനിറ്റി ഇല്ല, ക്ലിയർ ആയില്ല സാർ. എ ബൈ സി സിക്കൽ ടു ഇൻഫിനിറ്റി എടുത്തില്ലേ, അത് കഴിഞ്ഞിട്ടാ എനിക്ക് മനസ്സിലാവാത്തത് വീണ്ടും. ഓക്കെ, ഒരു നമ്പർ ഡിവൈഡ് ബൈ
ഒരു നമ്പർ ഡിവൈഡ് ബൈ ഒരു അൺനോൺ നമ്പർ, ഒരു നമ്പർ ഡിവൈഡ് ബൈ ഒരു അൺനോൺ നമ്പർ ഇസിക്കൽ ടു ഇൻഫിനിറ്റിന്ന് കിട്ടാണ്ടിരിക്കും. നമുക്ക് ഏതൊരു സാധനം ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാലാണ് അത് ഇൻഫിനിറ്റി കിട്ടുക? ഏതൊരു സാധനം ന്യൂമറേറ്ററിൽ വന്നാലാണ് ഇൻഫിനിറ്റി കിട്ടുക? ഗ്രീഷ്മ, 0 വന്നാൽ മാത്രമല്ലേ നമുക്ക് ഇൻഫിനിറ്റി കിട്ടൂ? ഒരു കോൺസ്റ്റന്റ് നമ്പർ ഏത് വന്നാലാണ് നമുക്ക് അത് ഈക്വൽ ടു ഒരു നമ്പർ ഡിവൈഡ് ബൈ അത് ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടുക? ആ കോൺസ്റ്റന്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കണം? 0 മാത്രമേ ആവാൻ പാടുള്ളൂ. വേറെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി കിട്ടില്ല. ഒരു നമ്പർ ഡിവൈഡ് ബൈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ നമ്പർ കിട്ടും. അല്ലാണ്ട് ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ ആ ഒരു സി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 0 ആയേ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് സി സിക്വൽ ടു 0 എന്ന് എടുത്തത്. ഓക്കെ കൃഷ്ണ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഏത്? മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി അടുത്തത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടിക്കല് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഏതൊക്കെ? കോംപ്ലക്സ്. ഇനി അടുത്തത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തായാലും ഡൗട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ഞാൻ ആദ്യം പറയാം. ആ ടേംസ്, ഒന്നാമത്തത് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സിമ്പിൾ ക്ലോസ്ഡ് കർവ്. ഒരു കർവിന് എപ്പോഴാണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്? സാധാരണ കർവ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുക ഗാമ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ സെഡ് എന്നൊക്കെയാണ്. അപ്പൊ ഗാമ എ ബി എന്ന് പറയുന്ന ഇന്റർവെലിൽ നിന്ന് സിയിലേക്കുള്ള ഒരു കർവ്, എ ബി എന്ന് പറയുന്ന ഇന്റർവെലിൽ നിന്ന് സിയിലേക്കുള്ള ഒരു കർവ് ഈ സിമ്പിൾ ക്ലോസ്ഡ് എന്ന് പറയണമെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് എവിടെയും ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുന്ന കണ്ടില്ല. ഈ സിമ്പിൾ ക്ലോസ്ഡ് എന്ന് പറയണമെങ്കിൽ ക്ലോസ്ഡ് ഈ ഒന്നാമത്തത് ഇത് എന്തായിരിക്കണം? ഒന്നുമില്ല, ഇതിൽ തന്നെ ഉണ്ട്, സിമ്പിൾ ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഈ ഒരു കർവ് എടുത്തു, ഈ ഒരു കർവ് ഇതിന്റെ ക്ലോസ്ഡ് ആണെങ്കിൽ ഇപ്പൊ ഇത് ഇവിടുത്തെ ഒരു ടേം എടുത്തു, ഇവിടുത്തെ ടേം എടുത്തു, ഗാമ ഓഫ് എ എന്ന് പറയുന്ന ഒരു ടേം ഈക്വൽ ടു ഗാമ ഓഫ് പി. അതിന്റെ എൻഡ് പോയിന്റ് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഗാമ ഓഫ് എ ഈക്വൽ ടു ഗാമ ഓഫ് ബി ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകും, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഗാമ ഓഫ് എ ഈക്വൽ ടു ഗാമ ഓഫ് പി. ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഒന്നാമത് ഗാമ ഓഫ് എ ഈക്വൽ ടു ഗാമ ഓഫ് പി. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ ഓഫ് ബിയിലോട് ഈക്വൽ ആയിരിക്കും. ക്ലോസ്ഡ്. രണ്ടാമത് ഒന്നും ഫിഗർ ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ ഗാമ എ ബി സിയിലേക്കുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എപ്പോഴാണ് സിമ്പിൾ ക്ലോസ്ഡ് എന്ന് പറയണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ ആലോചിക്കുക. ഈ ഒരു ഫിഗർ ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്ത്, ഈ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എന്തായിരിക്കണം? ഇങ്ങനെ മുട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ ഒരു ഇനീഷ്യൽ പോയിന്റ് എൻഡ് പോയിന്റിനെ നമ്മൾ ടച്ച് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തത് ഇത് 1 in എ കോമ ബി. ഒരു ഇത്ര ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല. എ കോമ ബി ഒരു സെമി ഇന്റർവെല്ലിൽ അത് 1 ആയിരിക്കണം. സെമി ഇന്റർവെല്ലിൽ 1 ആയിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ ക്ലോസ്ഡ് ആയിരിക്കണം. നമുക്ക് നിങ്ങൾ ഇത്ര ഈ ഒരു ഫിഗർ നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് കർവിനെ ആലോചിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഈ ഒരു ഫിഗർ എന്ത് ഒരു 8 ഷേപ്പുള്ള ഒരു 8ന്റെ ഷേപ്പില്ല, ആ ഒരു ഷേപ്പുള്ള റീജിയൻ എന്താ ആലോചിക്കുക? ഇത് നോട്ട് സിമ്പിൾ ക്ലോസ്ഡ് എന്ന് ആലോചിക്കുക. നോട്ട് സിമ്പിൾ ക്ലോസ്ഡ്. ഇത് സിമ്പിൾ ക്ലോസ്ഡ് കർവിന്റെ ഒരു കർവാണ്. ഇത് നോട്ട് സിമ്പിൾ ക്ലോസ്ഡ് കർവിന്റെ സിമ്പിൾ ക്ലോസ്ഡ് കർവ്, അത് നോട്ട് സിമ്പിൾ ക്ലോസ്ഡ് കർവിന്റെ ഒരു ഇക്വേഷൻ ആണ്. അല്ല സോറി, ഫിഗർ ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്ലോസ്ഡ് കർവ്. ഹലോ, ഓക്കെ സാർ. ഓക്കെ, സിമ്പിൾ ക്ലോസ്ഡ് ഈ രണ്ട് ഫിഗർ മാത്രം ആലോചിച്ചാൽ മതി. സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇതും സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇതും. ആ ഒരു സൈഡിൽ വെട്ടം തോന്നിയടിക്കുന്ന പോലെ അതുകൊണ്ട് ഫിഗർ എനിക്കാണോ എന്തോ എനിക്ക് കാണാൻ പറ്റുന്ന. ഓക്കെ ഓക്കെ, അത് ഒന്നുമില്ല. 8 അറിഞ്ഞൂടെ? 8 എഴുതുന്നോ നമുക്ക്? 8 അത് 8 എഴുതുന്ന ഫിഗർ അതന്നെ 8ന്റെ ഫിഗർ. 8ന്റെ ഫിഗർ. ഓക്കെ, 8ന്റെ ടൈപ്പ് ഫിഗർ.
അതാണ് എന്ത് നമ്മൾ സാധാരണ നോട്ട് സിമ്പിൾ ക്ലോസറ്റിന് യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ, ക്ലിയർ ആയി സർ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇനിയുള്ളത് കോംപ്ലക്സ് ഇന്റഗ്രേഷനില് നമ്മൾ പറഞ്ഞത് ഇപ്പം 2 ഡെഫിനിഷൻസ് ആണ് ഇനിയുള്ളത്. ഒന്ന് സിമ്പിൾ ക്ലോസ് കർവ് നമ്മൾ പഠിച്ചു. രണ്ടാമത് എനിക്ക് ഞാൻ പറഞ്ഞത് രണ്ടാമത് കോണ്ടൂർ ആണ്. നമ്മളിപ്പോ എടുത്ത പോലെ തന്നെ ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഫ്രം എ ബി ടു സി ഈ സെറ്റ് ബി ഒരു കോണ്ടൂർ എന്ന് പറയണ്ടെങ്കിൽ അത് നമ്മളൊരു കോണ്ടൂർ എന്ന് പറയണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. എന്തൊക്കെയായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആ ഒരു കർവ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഇത്ര 2 ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് അത് നിങ്ങൾക്ക് പറഞ്ഞു. രണ്ടാമത് കോണ്ടൂർ എന്നാണ് ഡെഫിനിഷൻ. കോണ്ടൂർ എന്നാണ് ഡെഫിനിഷൻ പറയുന്നത് ഗാമ ഫ്രം എ ബി ടു സി. Gamma from AB to C is said to be contour if it is differentiable and continuous. അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. കോണ്ടൂർ എന്ന് പറയണ്ടെങ്കിൽ COTOUR. ഓക്കെ, കോണ്ടൂർ എന്ന് പറയണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത്രയും ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒരു കർവിനെ കോണ്ടൂർ എന്ന് പറയും. ഡിഫറൻഷ്യബിളും കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു കർവിന് നമ്മൾ എന്ത് പറയും? കോണ്ടൂർ എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ 2 ഡെഫിനിഷനാണ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ തുടക്കമുള്ളത്. ഇനിയുള്ളത് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് നാളത്തെ ക്ലാസ്സിൽ ഒരു സെക്ഷൻ പറയാം. ഒരു സെക്ഷൻ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഒരു 10 ടൈപ്പ് ഉണ്ട്. പക്ഷെ ഞാനൊരു 5 ടൈപ്പായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ബാക്കി ഒരേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാം. ഹോംവർക്ക് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇന്റഗ്രേഷൻ നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷനും സാധാ ഇന്റഗ്രേഷൻ തമ്മിൽ വ്യത്യാസം എന്നാൽ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ അധികവും നമ്മൾ സാധാ ഇന്റഗ്രേഷന്റെ സ്റ്റെപ്പ് വഴിയല്ല ചെയ്യുക. നമ്മൾ കുറെ തിയറംസ് ഉണ്ട്. ഒന്ന് എക്സാമ്പിൾസ്, ഒന്ന് കോംപ്ലക്സ് കോഷീസ് തിയറം, അതേപോലെ തന്നെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, ജനറലൈസ്ഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, ഇങ്ങനെ കുറെ തിയറംസ് ഉണ്ട്. ആ തിയറംസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുക. അപ്പം ആ ഒരു തിയറം പറയും. ആ തിയറുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി നിങ്ങൾക്ക് ഞാൻ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എനിക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരും. അതിൽ ഒരേ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് ഹോംവർക്ക് ആയിട്ട് തരും. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്താൽ പോരെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ സ്റ്റോപ്പ് ചെയ്യാം. നാളെ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ പ്രോബ്ലംസ് ചെയ്യാം. Thank you, sir. ഓക്കെ, താങ്ക് യു സർ. Thank you, sir. Thank you, sir. ഓക്കെ.